ഹലോ എവ്രി വൺ. സോ നമ്മൾ ഇന്ന് പെർസെൻറ്റേജസിൻ്റെ പാർട്ട് 3 ആണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് മീനിങ് ഓഫ് എ ഫ്രാക്ഷൻ. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. കാരണം ആ രണ്ട് പാർട്ടിൽ നമ്മൾ ബേസിക്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ കൂടുതലും വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ വേർഡ് പ്രോബ്ലംസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രാക്ഷൻ്റെ മീനിങ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനല്ല കുറച്ചൊന്ന് മനസ്സിലാക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. ഓൾറെഡി നേരത്തെ ബേസിക്സിൽ കവർ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നമ്മൾ വേറൊരു അണ്ടർസ്റ്റാൻഡിങ് കൂടെ നമുക്ക് വേണം ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ ഇതിൻ്റെ കൺവേർഷനൊക്കെ നമ്മൾ നോക്കിയാണ്. ഇപ്പോൾ 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 100 ചെയ്യാതെ ദാറ്റ് ഈസ് 1/5. അപ്പോൾ അതിനി ഡയറക്റ്റ് നമ്മൾ എഴുതണം. ഓക്കെ, 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/5. ഇനി 25% ആണെങ്കിൽ 1/4. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ആ ടേബിൾ ചാർട്ടൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ചാർട്ട് ഫുള്ള് ബൈഹാർട്ടായിട്ട് വെക്കുക. ഇനി ഇവിടെ നോക്കിക്കോ, ഈ 20%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ 1/5 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്, ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും. ഇവിടെ എഴുതിയ 20% ആണ്. ഡിനോമിനേറ്ററിൻ്റെ 20% ആയിരിക്കും ന്യൂമറേറ്റർ. ഓക്കെ, എന്താണ് ഈ 5ൻ്റെ 20% ആണ് 1 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, ഒരെണ്ണം കൂടെ പറയാം. ഇപ്പോൾ 25% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഈ 4ൻ്റെ 25% 1 എന്ന് പറയുന്ന നമ്പർ. ഏതൊരു പെർസെൻറ്റേജ് എഴുതിയാലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഡിനോമിനേറ്ററിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ന്യൂമറേറ്റർ. ആ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സിമ്പിൾ ഐഡിയ ഒന്ന് മനസ്സിൽ വെച്ച് വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 16 2/3% of a number, okay, 16 2/3% of a number is added with itself, then the result becomes 4956. Find the original number. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നോർമലായിട്ടുള്ള മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കോ, ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 16 2/3% ഓഫ് എ നമ്പർ. അപ്പോൾ നമുക്ക് ആ നമ്പറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റ് ദ നമ്പർ ബി എക്സ് എന്ന് വെക്കുന്നു. ഓക്കെ, ലെറ്റ് ദി നമ്പർ ബി അല്ലെങ്കിൽ ഒറിജിനൽ നമ്പർ ബി എക്സ്. അപ്പോൾ 16 2/3% ഓഫ് ദാറ്റ് നമ്പർ, ദാറ്റ് ഈസ് 16 2/3% ഓഫ് ദാറ്റ് നമ്പർ എക്സ്. ഓക്കെ, ഈസ് ആഡഡ് വിത്ത് ഇറ്റ് സെൽഫ്, അതായത് 16 2/3 ഓഫ് എക്സ് ഈസ് ആഡഡ് വിത്ത് ഇറ്റ് സെൽഫ്, ആ നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, 16 2/3% ഇൻറ്റു എക്സ് പ്ലസ് എക്സ്. ദ റിസൾട്ട് ബിക്കംസ് എത്രയാണ്? 4956. ഓക്കെ അല്ലേ? അപ്പോൾ 16 2/3% ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/6. അത് ബൈഹാർട്ട് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 16 സാധാരണ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? 16 2/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 50/3 എന്ന് വരും. ഓക്കെ, 50/3. ഇത് പെർസെൻറ്റേജ് ആണ്. ഫ്രാക്ഷണൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് എത്ര വരും? ക്യാൻസലായി 2, ദാറ്റ് ഈസ് 1/6. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമലി ചെയ്യുന്നത്. പക്ഷേ നമ്മളിനി അങ്ങനെയല്ല. 16 2/3% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/6. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വന്നു? 1/6 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 4956. അപ്പോൾ 1/6 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ x/6 ആണ്. ഇനി ഇവിടെ LCM എടുക്കുന്നു. LCM എടുക്കുമ്പോൾ എത്ര വരും? എക്സ് പ്ലസ് 6x ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 4956. എക്സ് പ്ലസ് 6x എത്രയാണ്? 7x. സോ 7x ഈസ് ഈക്വൽ ടു ഈ ഡിനോമിനേറ്ററിലുള്ള ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, ദാറ്റ് ഈസ് 4956 ഇൻറ്റു 6. എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? എക്സ് ഈസ് ഈക്വൽ ടു 4956 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 7. ഇൻറ്റു 7 ഉള്ള ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. ഇനി ഈ 7 ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് എത്ര ടൈംസ് പോവും? 708. ഓക്കെ, ഇപ്പോൾ 708 ഇൻറ്റു 6 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4248. ഇതായിരിക്കും ഒറിജിനൽ നമ്പർ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 4248.
ഇതായിരിക്കും നമ്മൾ നോർമൽ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഓക്കെ, ഇതവിടെ ഇരുന്നോട്ടെ. നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇവിടെ ഒരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, 16 2/3%. ഇതാ. ഓക്കെ, ഏത് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ ഡയറക്റ്റ് അങ്ങോട്ട് എഴുതുക. ദാറ്റ് ഈസ് 16 2/3% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ വാല്യൂ എത്രയാണ്? 1/6. അപ്പോൾ നമ്മൾ മീനിങ് ഓഫ് എ ഫ്രാക്ഷണൽ എന്ത് പഠിച്ചു? ഈ 6ൻ്റെ ഡിനോമിനേറ്ററിൻ്റെ 16 2/3% ആയിരിക്കും ഈ ന്യൂമറേറ്ററിലുള്ള 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 16 2/3% ഓഫ് എ നമ്പർ ഈസ് ആഡഡ് വിത്ത് ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ളതാണ് നമ്മുടെ നമ്പറായിട്ട് എടുക്കുന്നു. ഇതാണ് നമ്മുടെ ഒറിജിനൽ നമ്പറായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 6 ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ശരിക്കും 6 അല്ല, 6 യൂണിറ്റ്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, 6 യൂണിറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 6 റേഷ്യോ എന്ന് പറയാം. അപ്പോൾ ഒറിജിനൽ നമ്പർ 6 ആണെങ്കിൽ, ഓക്കെ, സോ 16% ഓഫ് ദാറ്റ് നമ്പർ ഓഫ് ദാറ്റ് 6 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 യൂണിറ്റ് അല്ലേ. 6 യൂണിറ്റിൻ്റെ 16 2/3% എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ 1 യൂണിറ്റ് ഈ ഒറിജിനൽ നമ്പറുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 + 1 7. അപ്പോൾ ഈ 7 യൂണിറ്റ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് 4956. അപ്പോൾ 7 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് 4956. മനസ്സിലായോ? ഓക്കെ, ഒറിജിനൽ നമ്പർ 6 യൂണിറ്റ്സ്, ആ 6 യൂണിറ്റ്സിൻ്റെ 16 2/3% എന്ന് പറഞ്ഞാൽ ആ ന്യൂമറേറ്റർ 1 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒറിജിനൽ നമ്പർ ഈസ് ആഡഡ് വിത്ത് 16 2/3% ഓഫ് ദാറ്റ് നമ്പർ. അപ്പോൾ എത്രയായി? 7 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 4956. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വില എത്രയായിരിക്കും? 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു, ഡിവൈഡ് ചെയ്യുക, 4956 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 708 എന്ന് വരും. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റ്സ് അല്ല, സോറി, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 708. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒറിജിനൽ നമ്പറാണ്. ഒറിജിനൽ നമ്പർ എത്രയാണ്? 6 യൂണിറ്റ്സ് ആണ്, 6 റേഷ്യോ. അപ്പോൾ 6 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 708 × 6, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 4248. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ചെയ്തതും ഈ ചെയ്തതും നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്തതും രണ്ടും സെയിം തന്നെയാണ്, സ്റ്റെപ്സ് സെയിം തന്നെയാണ്. അതായത് ഇപ്പം ഈ കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 4956 ഡിവൈഡഡ് ബൈ 7 അതാണ് ഒരു യൂണിറ്റ്, അതാണ് നമുക്ക് 708 എന്ന് കിട്ടി, × 6. പ്രോസസ്സ് സെയിം തന്നെയാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്കിത് ഇത്രയും മൈൻഡിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ എഴുതിയൊന്നും നമ്മൾ എന്താണ് എക്സാമിന് വരുമ്പോൾ ചെയ്യത്തില്ല. അപ്പോൾ നമുക്കറിയാം 16 2/3% എന്ന് പറഞ്ഞാൽ 1/6 ആണ്, ആഡഡ് വിത്ത് ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുക 7 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, അപ്പോൾ ഒരു യൂണിറ്റ് ഇത്ര വരും, ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിൽ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണ് ഒറിജിനൽ നമ്പർ ചോദിച്ചത്, അപ്പോൾ എത്രയാണ് 6 × ആ നമ്പർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അപ്രോച്ച്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർ ആയിക്കോളും. അടുത്തത് നോക്കാം. ഇഫ് 6 2/3% ഓഫ് എ നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ്, നേരത്തെ ആഡഡ് ആണ്, ഇവിടെ സബ്ട്രാക്റ്റഡ്, ഫ്രം ഇറ്റ് സെൽഫ്, ദെൻ റിസൾട്ട് ബിക്കംസ് 5670. ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ. ഓക്കെ, അപ്പോൾ 6 2/3, ആദ്യം തന്നെ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുന്നു. 6 2/3%, അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എഴുതുന്നു. ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/15. ഓക്കെ, 1/15. അപ്പോൾ 15 ആണ് ഒറിജിനൽ നമ്പർ. ഈ 15 എന്ന് പറയുന്ന നമ്പറിൻ്റെ 6 2/3% ആയിരിക്കും ഈ ന്യൂമറേറ്റർ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് സബ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ സബ്ട്രാക്റ്റഡ് ആകുമ്പോൾ എത്രയായിരിക്കും? 15 - 1 14. അപ്പോൾ 14 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5670. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 5670 ഡിവൈഡഡ് ബൈ 14. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും, ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 405 എന്ന് കിട്ടും. ഓക്കെ, 405 ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് 405. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഒറിജിനൽ നമ്പറാണ്. ഒറിജിനൽ നമ്പർ എത്രയാണ്? 15. സോ 15 യൂണിറ്റ്സ് എത്രയായിട്ട് വരും? 15 യൂണിറ്റ്സ് എത്ര വരും? ഈ 405ൻ്റെ കൂടെ 15 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 6075 എന്ന് കിട്ടും. ഓക്കെ, 6075.
ഇനി ഇൻറ്റു 15 കുറച്ചുകൂടെ എളുപ്പം ചെയ്യണമെങ്കിൽ 405 ഇൻറ്റു 15 ആകുമ്പോഴത്തേക്ക് ഇൻറ്റു 10 ചെയ്യുക. ഇൻറ്റു 10 ചെയ്യുമ്പോഴത്തേക്കും 4050 വരും. പിന്നെ ഒരു ഇൻറ്റു 5ൻ്റെയും കൂടെ ആഡ് ചെയ്താൽ മതി, അതായത് അതിൻ്റെ പകുതി എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇൻറ്റു 10 വന്നു. ഓക്കെ, ഇനി ഇൻറ്റു 5ൻ്റെ എഫക്റ്റും കൂടെ കൊടുക്കുക. അപ്പോൾ നേരെ ഇതിൻ്റെ പകുതി എത്രയായിരിക്കും? 4050ൻ്റെ പകുതി 2025. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6075. അപ്പോൾ ഇൻറ്റു 15 ഇങ്ങനെയാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ആൻസർ 6075, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇഫ് 64 is added in a number, then number becomes 157 1/7% of itself. Find the number. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ 157 1/7% ആണ്. അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 157 1/7%. ഇതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ നമ്മൾ ചാർട്ടിനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. 57 1/7% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4/7. ഇത് സ്റ്റാൻഡേർഡ് ആണ്, ലിസ്റ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ 157 1/7% നമുക്ക് എങ്ങനെ എഴുതാം? 100% പ്ലസ് 57 1/7% എന്ന് പറയാം. 100%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 1 പ്ലസ് 57 1/7%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 4/7. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 11/7 എന്ന് വരും. ഇതായിരിക്കും ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാ ഈ 157 1/7%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂസ് 11/7. അതിനർത്ഥം എന്താണ്? ഈ 7ൻ്റെ 157 1/7% എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഒറിജിനൽ നമ്പർ എത്രയായിരിക്കും? 7 യൂണിറ്റ്സ്. പുതിയ നമ്പർ, ന്യൂ നമ്പർ. ഓക്കെ, എത്രയാണ് ആഡ് ചെയ്യുന്നത്? 64 ആഡ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ബിക്കംസ് 157% ഓഫ് ഇറ്റ് സെൽഫ്. അതായത് 7ൻ്റെ 157% എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. അതായത് 64 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ നമ്പർ എത്രയാണ് കിട്ടുന്നത്? 11 എന്ന് കിട്ടും. അതായത് 11 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഒറിജിനൽ നമ്പർ 7 യൂണിറ്റ്സ്, പുതിയ നമ്പർ 11 യൂണിറ്റ്സ്. എത്രയാണ് ആഡ് ചെയ്യുന്നത്? 64 ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ 7 11 ആവണമെങ്കിൽ എത്ര യൂണിറ്റ്സ് ആഡ് ചെയ്താലാണ് ആവുന്നത്? 4 ആണ് അല്ലേ? 7 + 4 ആണ് 11. അപ്പോൾ ഈ ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഈ ഡിഫറൻസ് 4 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് എത്രയാണ്? 64. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. 7 യൂണിറ്റ്സിൻ്റെ കൂടെ 64 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 11 യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ ഈ 7 യൂണിറ്റ്സ് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എത്രയാവും? 64 ഈസ് ഈക്വൽ ടു 11 യൂണിറ്റ്സ് മൈനസ് 7 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ്. ഇപ്പോൾ 4 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് 64. ആ എക്സാക്റ്റ് നമ്പറാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആ റേഷ്യോയിൽ എടുക്കുന്നതാണ്. ഇവിടെ 64 എന്ന് പറയുന്ന കറക്റ്റ് നമ്പർ തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില എത്രയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ആ ഡിഫറൻസ് ആണ് 64 എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ 4 യൂണിറ്റ്സ് 64 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 4. ഇത് വെട്ടി പോകുമ്പോഴത്തേക്കും എത്ര വരും? 16 വരും. ഓക്കെ, ഒരു യൂണിറ്റ് 16 ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചത് ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പർ എത്രയാണ്? 7 യൂണിറ്റ്സ് ആണ്. സോ ദാറ്റ് ഈസ് 7 യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 7. അപ്പോൾ എത്ര വരും? ഇറ്റ് ഈസ് 112. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. By what number must the given number be multiplied to increase the number by 25%? അപ്പോൾ അതാ 25% ഉണ്ട്. അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എഴുതുക. സോ 25%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 1/4. ഓക്കെ, 1/4. അപ്പോൾ ഈ 4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒറിജിനൽ നമ്പർ. ഓക്കെ, ഒറിജിനൽ നമ്പർ. അപ്പോൾ ഈ ഒറിജിനൽ നമ്പറിൻ്റെ കൂടെ ആരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 25% മോർ ദാൻ ദാറ്റ് നമ്പർ കിട്ടുന്നത്? അതായത് 4ൻ്റെ 25% ആണ് 1. അപ്പോൾ 4 എന്ന് പറയുന്ന ഒറിജിനൽ നമ്പറിൻ്റെ 25% ഇൻക്രീസ് ചെയ്താൽ കിട്ടുന്ന ന്യൂ നമ്പർ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 4 + 1 5 ആയിരിക്കും അല്ലേ? 4ൻ്റെ കൂടെ അതിൻ്റെ 25% ദാറ്റ് ഈസ് 1, അത് ആഡ് ചെയ്താൽ 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 ആണ് നമ്മുടെ ന്യൂ നമ്പർ. ഓക്കെ, 5. അപ്പോൾ ഈ 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഡാഷ്? ഓക്കെ, ഡാഷ് ആരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 25% ഇൻക്രീസ് ആയിട്ടുള്ള നമ്പർ കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്കിവിടെ ആൻസർ 5 കിട്ടുന്നത്?
ഈ 4 വെട്ടിപ്പോകണം. 4 വെട്ടിപ്പോകണമെങ്കിൽ ഇതൊരു ഫ്രാക്ഷൻ ആയിരിക്കും. ഡിനോമിനേറ്ററിൽ ഒരു 4 വരണം, എന്നാലേ ഈ 4ഉം വെട്ടിപ്പോകത്തുള്ളൂ. ഇപ്പോൾ ന്യൂമറേറ്ററിൽ ആര് വരണം? 5 വരണം, എന്നാലേ ആൻസർ 5 കിട്ടത്തുള്ളൂ. സോ ഇവിടെ 5. അപ്പോൾ ആ നമ്പർ എത്രയായിരിക്കും? 5/4 ആയിരിക്കും. അപ്പോൾ 5/4 വെച്ച് 4നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ 5 കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ്, എ നമ്പർ which when increased by 16% becomes 1914. The number is. So നമ്മുടെ പെർസെൻറ്റേജ് ഉണ്ട് 16%, അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എഴുതുക. 16%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/25. ഓക്കെ, അതായത് 4 ഡിവൈഡഡ് ബൈ 100, 1/25. അങ്ങനെയാണെങ്കിൽ 16% എന്തായിരിക്കും? 16% എന്ന് പറഞ്ഞാൽ ഒരു 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ദാറ്റ് ഈസ് 4/25. ഓക്കെ, സോ 16%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 4/25. അപ്പോൾ 25ൻ്റെ 16% ആണ് 4 എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോ, എ നമ്പർ വിച്ച് വെൻ ഇൻക്രീസ്ഡ് ബൈ 16%, ഇൻക്രീസ്ഡ് ബൈ, അപ്പോൾ പുതിയ ഇതായിരിക്കും 25 ആയിരിക്കും നമ്മുടെ ഒറിജിനൽ നമ്പർ. ഓക്കെ, ഒറിജിനൽ നമ്പർ ഇൻക്രീസ് ബൈ 16% എന്ന് പറഞ്ഞാൽ 25ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയായി? 29 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ 29 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് 1914. 1914. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വില എത്രയായിരിക്കും? 1914 ഡിവൈഡഡ് ബൈ 29. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ നമ്പർ, ഒറിജിനൽ നമ്പറാണ് കാണേണ്ടത്, ദാറ്റ് ഈസ് 25 യൂണിറ്റ്സ്. അപ്പോൾ ഇൻറ്റു 25 ചെയ്യുക, അതായത് 25 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇറ്റ് ഈസ് 1914 ഡിവൈഡഡ് ബൈ 29 ഇൻറ്റു 25. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 29 ക്യാൻസൽ ചെയ്താൽ 66 ടൈംസ് പോകും. ഓക്കെ, 66. നെക്സ്റ്റ് 66 ഇൻറ്റു 25 ചെയ്യുക. ഓക്കെ, 66 ഇൻറ്റു 25 ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 33, 12, 13. സോ ഇറ്റ് ഈസ് 1650. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 1650, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When a number is increased by 40, it becomes 125% of itself. What is the number? അപ്പോൾ നമുക്ക് ഈ പെർസെൻറ്റേജ് എടുത്ത് എഴുതാം. 125%. 125%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എഴുതുക, ദാറ്റ് ഇസ് എത്ര വരും? 4/5 എന്ന് വരും. കാരണം 25%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1/4. അപ്പോൾ 125% എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 125 കിട്ടും. അപ്പോൾ ഇൻറ്റു 5 ചെയ്യുക. ഇൻറ്റു 5 ചെയ്യുമ്പോൾ 125% എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും ഇൻറ്റു 5, ദാറ്റ് ഈസ് 5/4. അപ്പോൾ ഇവിടെ എത്ര വരും? 5/4. ഓക്കെ, അപ്പോൾ 4ൻ്റെ 125% ആണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ വെൻ എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 40, അപ്പോൾ 4 എന്ന് പറയുന്നതാണ് ഒറിജിനൽ നമ്പർ. 4 യൂണിറ്റ്സ് ആണ് ഒറിജിനൽ. ഓക്കെ, അപ്പോൾ ഈ 4 യൂണിറ്റ്സിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുന്നു? 40 എന്ന് പറയുന്ന എക്സാക്റ്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? ഇറ്റ് ബിക്കംസ് 125% ഓഫ് ഇറ്റ് സെൽഫ്. അതായത് ഒറിജിനൽ നമ്പറിന് 125% എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്സ്. അപ്പോൾ ദാറ്റ് ഇസ് 5 യൂണിറ്റ്സ്. അപ്പോൾ 4 യൂണിറ്റ്സ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ വരും? മൈനസ് വരും. 5 യൂണിറ്റ്സ് മൈനസ് 4 യൂണിറ്റ്സ് എത്രയാണ്? 40. അപ്പോൾ 40 എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. സോ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട, നമുക്ക് ആ ഡിഫറൻസ് നോക്കിയാൽ മതി. ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ്. അപ്പോൾ ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി 1 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 40. ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ? ഒറിജിനൽ നമ്പർ എത്രയാണ്? 4 ആണ്. സോ 4 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ഇൻറ്റു 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 160. സോ ഓപ്ഷൻ സി 160. ഓക്കെ, നെക്സ്റ്റ്, ദ 8th ഷെയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു വാട്ട് പെർസെൻറ്റ് ഓഫ് ഇറ്റ്? സിമ്പിളാണ്, ഒന്ന് വേർഡ് പ്രോബ്ലമായിട്ട് തന്നേ ഉള്ളൂ. അതായത് 8th ഷെയർ ഓഫ് എ നമ്പർ, അതായത് 1/8. 8th ഷെയർ എന്ന് പറഞ്ഞാൽ 1/8 ഓഫ് ദാറ്റ് നമ്പർ എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് പെർസെൻറ്റേജ്? അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു 100. സോ 1/8 ഇൻറ്റു 100, അല്ലെങ്കിൽ 1/8ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? ഇറ്റ് ഈസ് 12 1/2%. അതായത് 12.5%. അത്രയേ ഉള്ളൂ. ഓക്കെ, 12.5%. നെക്സ്റ്റ്, ഇഫ്
75% of a number is added to 75, then the result is the number itself. Okay, അപ്പോൾ 75%, അപ്പോൾ 75% എടുക്കുന്നു, അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എഴുതുന്നു. ഫ്രാക്ഷണൽ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 3/4. 75% എന്ന് പറഞ്ഞാൽ മുക്കാൽ എന്നാണ് അർത്ഥം അല്ലേ? അല്ലെങ്കിൽ 25% എന്ന് പറഞ്ഞാൽ 1/4. 25% എത്രയാണ്? 1/4. 75% ആക്കണമെങ്കിൽ ഇൻറ്റു 3 ചെയ്യുക. സോ 75% എത്രയായിരിക്കും? ഇൻറ്റു 3 ചെയ്യുമ്പോൾ 3/4. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ്? ഇത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നതായിരിക്കും 75. ഇല്ലെങ്കിൽ മറ്റു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? 75% ഓഫ് എ നമ്പർ. 75% ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അതായത് 3 യൂണിറ്റ്സ്. ഇത് 75% ഓഫ് എ നമ്പർ ഈസ് ആഡഡ് ടു 75. 75 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഒറിജിനൽ നമ്പർ എത്രയാണ്? 4 ആണ്. ദാറ്റ് ഈസ് 4 യൂണിറ്റ്സ്. ഒരിക്കലും 4 എടുക്കൽ 4 യൂണിറ്റ്സ് ആണ്. ഓക്കെ, 75 എന്ന് പറയുന്നത് എക്സാക്ട് നമ്പറും ഇത് രണ്ടും റേഷ്യോസും ആണ്. ഓക്കെ, 3 യൂണിറ്റ്സ് അപ്പുറത്ത് പോയാൽ എത്ര വരും? 4 യൂണിറ്റ് മൈനസ് 3 യൂണിറ്റ്, ദാറ്റ് ഈസ് 1 യൂണിറ്റ്. ഇവിടെ എന്ത് വരും? 75. അപ്പോൾ 75 ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ്. ഇത് നമുക്ക് ഡയറക്റ്റ് എഴുതിയാൽ പോരെ, നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞാൽ. സോ 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 75. നമുക്ക് കാണേണ്ടത് ദ നമ്പർ 4 യൂണിറ്റ്സ്. സോ 4 യൂണിറ്റ്സ് എത്ര വരും? 4 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റു 4 ചെയ്യുക. സോ 4 ഇൻറ്റു 75. 75 ഇൻറ്റു 4 എത്രയാണ്? 75 ഇൻറ്റു 2 150. 150ൻ്റെ ഇരട്ടി 300, ദാറ്റ് ഈസ് 300. ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് 40% of a number is 46 less than 4/5 of that number. Find the number. ഓക്കെ, ഇപ്പോൾ 40% ഓഫ് എ നമ്പർ. ഇപ്പം നമുക്ക് ആ നമ്പർ എന്ന് പറയുന്നത് ഇപ്പം എപ്പോഴും ഒരു നമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന ഫുള്ളാണ്. ഓക്കെ, അതായത് 100% ആണ് ആ നമ്പർ എന്ന് വെക്കുക. ഓക്കെ, ഇതിൽ 40% ഓഫ് എ നമ്പർ ഇസ് 46 ലെസ് ദാൻ 4/5. ഓക്കെ, അതായത് 40% ഓഫ് എ നമ്പർ, അതായത് 40% എന്ന് പറയുന്നത് എഴുതി. അതായത് 100 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ അതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിൻ്റെ 40%. ഓക്കെ, ടോട്ടൽ 100 ആണ് എടുത്തത്. സോ ഇവിടെ ഡയറക്റ്റ് 40% എന്ന് എഴുതി. ഓഫ് എ നമ്പർ ഇസ് 46 ലെസ് ദാൻ 4/5 ഓഫ് ദാറ്റ് നമ്പർ. 4/5 ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 4/5 ഓഫ് ദാറ്റ് നമ്പർ, 4/5 ഓഫ് 100 എത്ര വരും? 4/5 ഓഫ് 100% എന്ന് പറഞ്ഞാൽ ഈ 5 ക്യാൻസൽ ചെയ്തു, 20. അപ്പോൾ 4 ഇൻറ്റു 20% 80%. ഓക്കെ, ഇതാണ് 4/5 ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 80% വരും. അപ്പോൾ 40% ഓഫ് എ നമ്പർ ഈസ് 40% ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈസ് ലെസ് ദാൻ 4/5 ഓഫ് ദാറ്റ് നമ്പർ. 4/5 ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 80%. അതായത് ഒരാളെക്കാട്ടും ഇത്ര ലെസ്സാണ് അല്ലെങ്കിൽ ഇത്ര മോറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അവർ രണ്ടുപേരുടെയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഇപ്പം ഇങ്ങനെ വിചാരിക്കാം, എനിക്ക് അയാളെക്കാട്ടും ഒരു 10 മാർക്ക് കൂടുതൽ ഉണ്ട്. അതായത് ഇപ്പം എൻ്റെ മാർക്ക് 70 ആണെന്ന് വെക്കുക, വേറൊരാളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മാർക്ക് 60 ആണെന്ന് വെക്കുക. എനിക്ക് അയാളെക്കാട്ടും 10 മാർക്ക് കൂടുതലാണ് അല്ലേ? എനിക്ക് അയാളെക്കാട്ടും 10 മാർക്ക് എ എന്ന് പറയുന്ന ഒരാൾ ഞാൻ, ബി എന്ന് പറയുന്ന ആൾ എൻ്റെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ബീനെക്കാട്ടും 10 മാർക്ക് കൂടുതലാണ്. അതിനർത്ഥം എന്താണ്? ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അപ്പോൾ മോർ എന്ന് പറഞ്ഞാലും ലെസ് എന്ന് പറഞ്ഞാലും ആ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഈ 40% ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 46 ലെസ് ദാൻ 4/5 ഓഫ് ദാറ്റ് നമ്പർ. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എത്രയാ? 46. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസസ് 40 അല്ലേ? അപ്പോൾ 40% എന്ന് പറയുന്നതാണ് എത്രയാണ്? 46. ഓക്കെ, അല്ലെങ്കിൽ 40 യൂണിറ്റ്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. 40 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 46. ഓക്കെ, നമുക്ക് വേണ്ട എത്രയാണ്? 100 ആണ്. ഫൈൻ ദ നമ്പർ ആണ്. നമ്പർ എത്രയാണ്? 100% ആണ്. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40% 46 ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 80% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, 46ൻ്റെ ഡബിൾ, ദാറ്റ് ഇസ് 92 അല്ലേ? ഇതായിരിക്കും 80%.
ഇനി 20% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 40%-ൻ്റെ പകുതിയായിരിക്കും 20%. അല്ലേ? അപ്പോൾ 46-ൻ്റെ പകുതി എത്രയാണ്? 23. ഇതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിക്കഴിഞ്ഞാൽ 100% ആയി. അപ്പോൾ എത്രയാണ്? 5, 11. അപ്പോൾ 115. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 40%, 46. അപ്പോൾ 80% അതിൻ്റെ ഡബിൾ. മറ്റേതിൻ്റെ പകുതി എടുക്കുമ്പോൾ 20 ആവും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 115. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1%-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 1% കറസ്പോണ്ട്സ് ടു 46/40. ഇതിൻ്റെ കൂടെ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്കും 100%-ൻ്റെ കിട്ടും. 46 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100. ഇത് ചെയ്താൽ 115. ഓക്കെ. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ടീം വിൻസ് 45 games which was 60% of played games. How many games were played by the team? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ടീം വിൻസ് 45 ഗെയിംസ് ആ ടീം ജയിച്ചു, വിച്ച് വാസ് 60% ഓഫ് പ്ലേഡ് ഗെയിംസ്. അതായത് 60% എന്ന് പറയുന്നതാണ് 45 ഗെയിംസ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഗെയിംസ് വെയർ പ്ലേഡ്? ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ 100% ആയിരിക്കും. അപ്പോൾ ഇവിടെ 60% കറസ്പോണ്ട്സ് ടു 45 ഗെയിംസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 1% എത്രയായിരിക്കും? 45 ഡിവൈഡഡ് ബൈ 60. നമുക്ക് വേണ്ടത് ടോട്ടൽ എത്രയാണെന്നാണ്. സോ ദാറ്റ് ഈസ് 100% എന്ന് പറഞ്ഞാൽ 45 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 3 ക്യാൻസൽ ചെയ്യാം അല്ലേ? 3 2 times 1 5. 2 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 5. സോ ദാറ്റ് ഈസ് 15 ഇൻറ്റു 5. 15 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 75. അപ്പോൾ 75 ഗെയിംസ് ആയിരിക്കും ടോട്ടൽ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജസ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ആ ഒരു എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ ഡയറക്റ്റ് എഴുതുക, അതിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡിങ് എഴുതുക. ഡിനോമിനേറ്ററിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അത് ആഡ് ആണോ സബ്ട്രാക്റ്റ് ആണോ ക്വസ്റ്റ്യൻ എന്താണോ മീൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ടിൽ. ചെറിയൊരു വീഡിയോ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഇനിയും ഓരോ ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് എക്സാക്റ്റ് പർട്ടിക്കുലർ ആയിട്ട് ഇനിയും നമുക്ക് ഉണ്ട്. കാരണം വോട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇലക്ഷൻ്റെ ഉണ്ട്, വെൻ ഡയഗ്രം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ ടൈപ്പായിട്ട് നമ്മൾ അടുത്ത വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. ഫീഡ്ബാക്ക് കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോഴേ അതിനനുസരിച്ച് എനിക്കും എൻ്റെ വീഡിയോസിൽ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. ബൈ.